ശ്രീ മഹാദേവി നമ. നമസ്കാരം. ദേവീനാരായണീയം ദശകം 37 വർണ്ണിക്കുകയാണ്. പുരാഹരിസ്ത്വാം കില സാത്വികേന പ്രസാദയാമാസമഖേന ദേവി സുരേഷു തം ശ്രേഷ്ഠതമം ചകർധ സതേന സർവത്ര ബഭൂവ പൂജ്യ. ത്രിമൂർത്തികൾ ഭുവനേശ്വരി ലോകത്തിൽ ആ ഭുവനേശ്വരി ദേവിയെ മണിദ്വീപത്തിൽ ഭുവനേശ്വരിയെ ദർശിക്കുന്നതായ ആ ഒരു സന്ദർഭം മുൻപ് വർണ്ണിച്ചതാണ്. ത്രിമൂർത്തികൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അവർക്ക് ആ ദേവി തന്നെ ഭുവനേശ്വരി തന്നെ നൽകിയതായ സ്വകീയ ശക്തികളെ സ്വീകരിച്ചുകൊണ്ട് ബ്രഹ്മാണ്ടത്തിൻ്റെ സൃഷ്ടിശ്രീ സംഹാരങ്ങളെ ചെയ്യുകയും ആ ഒരവസരത്തിൽ ഭഗവാൻ മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ വെച്ച് ദേവീ പ്രീത്യർത്ഥമായി ഒരു സാത്വിക യജ്ഞം നടത്തിയെന്നും യജ്ഞം പൂർണ്ണമായ ഉടനെ ഒരു അശരീരി കേൾക്കുകയാണ്. വിഷ്ണു സർവദേവന്മാരിലും ശ്രേഷ്ഠനായിരിക്കുന്നു. ആ യജ്ഞത്തിൽ പങ്കെടുത്ത എല്ലാവരും സന്തോഷിച്ചു. അന്നു മുതൽ ഭഗവാൻ മഹാവിഷ്ണു സർവത്ര പൂജ്യനായി തീർന്നു. ഇതിൻ്റെ സൂചനയും ദേവീഭാഗവതം 3-ാം സ്കന്ധത്തിൽ കാണാം. അധർമ്മവൃദ്ധിശ്ചയതാ ത്രിലോകേ ധർമ്മക്ഷയശ്ചാപി തഥാ ഭവത്യ ധർമ്മം സമുദ്ധർത്തുമധർമ്മവൃദ്ധം മാർഷ്ടും ച ദേവ്യേഷ നിയുജ്യദേഹി. എപ്പോഴൊക്കെ ലോകത്തിൽ അധർമ്മം വർദ്ധിക്കുകയും ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുക, ധർമ്മത്തിന് ഗ്ലാനി വരുമ്പോഴെല്ലാം ധർമ്മത്തെ രക്ഷിക്കുവാൻ വേണ്ടി, അധർമ്മത്തെ ദൂരീകരിക്കാനായി ആ ജഗദംബിക തന്നെ ഭഗവാനെ മഹാവിഷ്ണുവിനെ നിയോഗിക്കുമെന്നും അങ്ങനെ അവതാരങ്ങളെ സ്വീകരിക്കുന്ന ഓരോ സന്ദർഭത്തിലും ആ അവതാരത്തിന് വേണ്ടതായ ശക്തിവിശേഷങ്ങളെ അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമെന്നും ഈ അശരീരി അവിടെ കേൾക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഭഗവാനെ മഹാവിഷ്ണുവിനെ പൂജിക്കാൻ സ്തുതിക്കാൻ ആരംഭിച്ചു. സൈഡ്യതേ സർവത ഏവ സർവൈ പത്നിയാച ഭൂതൈശ്ച സമം ഗിരീശ ഇളാവൃതേ പൂരുഷ സന്നിധാനേ സംകർഷണാഖ്യം ഭജതേ മുരാരിം. ദേവീഭക്തനായിട്ടുള്ള ആ മഹാവിഷ്ണുവിനെ സ്തുതിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും ആ ദേവിയുടെയും പ്രീതി നേടുകയാണ് ചെയ്യേണ്ടത്. അതിന് ഏതൊക്കെയാണ് ദൃഷ്ടാന്തങ്ങൾ അതും ഇവിടെ പറയുന്നുണ്ട്. ഇളാവൃതത്തിൽ ആ ഇളാവൃതം എന്ന ഭൂഖണ്ഡത്തിൽ പാർവതീ പരമേശ്വരന്മാർ, ശ്രീ പരമേശ്വരൻ പാർവതീ സമേതനായി വിഷ്ണുവിനെ സ്തുതിക്കുന്നു. ഇളാവൃതത്തിൽ പുരുഷനായി ഭഗവാൻ മാത്രമേ ഉള്ളൂ, ശിവൻ മാത്രമേ ഉള്ളൂ, മറ്റെല്ലാവരും സ്ത്രീകളാണ്. ആരെങ്കിലും അനുമതിയില്ലാതെ ഇളാവൃതത്തിലേക്ക് പ്രവേശിച്ചാൽ, പുരുഷന്മാർ പ്രവേശിച്ചാൽ അവർ സ്ത്രീകളായിത്തീരും. ബ്രഹ്മാവ് സത്യലോകത്തിൽ വർത്തിച്ചുകൊണ്ട് പ്രപഞ്ച സൃഷ്ടി ആരംഭിക്കവേ വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളെയെല്ലാം സൃഷ്ടിച്ച ശേഷമാണ് മനുഷ്യ സൃഷ്ടി ആരംഭിച്ചത്. ആദ്യം സ്വയംഭുവ മനുവിനെയാണ് സൃഷ്ടിച്ചത്. അദ്ദേഹത്തിന് 3 പുത്രിമാരും 2 പുത്രന്മാരും
ആകൂതി, ദേവഹൂതി, പ്രസൂതി എന്നിങ്ങനെ 3 പുത്രിമാർ, പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്ന 2 പുത്രന്മാർ. അതിൽ പ്രിയവ്രതന് അദ്ദേഹത്തിന് 2 പത്നിമാരിലായി 13 പുത്രന്മാർ. അവരിൽ 3 പേർ മന്വന്തരാധിപന്മാരായി മാറുകയും 3 പേർ സന്യാസമാർഗത്തെ സ്വീകരിച്ചു, യോഗമാർഗത്തെ സ്വീകരിച്ചു. അവശേഷിച്ചിരുന്ന 7 പേർക്ക് 7 ദ്വീപുകളെ, ഭൂമിയെ 7 ദ്വീപുകളാക്കി വിഭജിച്ച് ആ 7 ദ്വീപുകളുടെയും ഭരണാധികാരികളാക്കി മാറ്റുകയും ചെയ്തു. പ്രിയവ്രതന്റെ ആദ്യപുത്രൻ അഗ്നിധ്രൻ. അദ്ദേഹത്തിന് പ്രിയവ്രതനിൽ നിന്ന് കിട്ടിയ, തന്റെ പിതാവിൽ നിന്ന് കിട്ടിയതായ പ്രദേശം ജംബു ദ്വീപം ആണ്. ഈ അഗ്നിധ്രൻ ജംബു ദ്വീപിനെ 9 ഖണ്ഡങ്ങളാക്കി 9 വർഷങ്ങളായി അഥവാ 9 രാജ്യങ്ങളായി വിഭജിച്ച് തന്റെ പുത്രന്മാർക്ക് ഓരോരുത്തർക്കായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അതിൽ ഒരു ഭാഗമാണ് ഇളാവൃതം. അവിടെയാണ് മഹാമേരു പർവ്വതം. ആ ഇളാവൃതത്തിൽ വസിച്ചുകൊണ്ടാണ് ശ്രീ പരമേശ്വരൻ സംഘർഷണമൂർത്തിയെ സ്തുതിക്കുന്നത്. തമേവ ഭദ്രശ്രവസോഹയാസ്യം ഭദ്രാശ്വവർഷേ മുനയസ്തുവന്തി പ്രഹ്ലാദ ഉച്ചൈർഹരിവർഷവാസി വിശ്വാർത്തിശാന്തി നൃഹരിം ച നൗതി. ഇളാവൃതത്തിന്റെ 4 ഭാഗത്തുമുള്ള സ്തോതാക്കൾ, സ്തുതിക്കപ്പെടുന്ന വൈഷ്ണവരൂപങ്ങൾ, അവയെ വർണ്ണിക്കുകയാണ്. ഇളാവൃതത്തിന്റെ കിഴക്കുഭാഗം ഭദ്രാശ്വമെന്ന ഭൂഖണ്ഡം. അവിടെ ഭദ്രശ്രവസ്സുകൾ ഹയഗ്രീവമൂർത്തിയെ, വിഷ്ണു അവതാരമായിട്ടുള്ള ഹയഗ്രീവമൂർത്തിയെ സ്തുതിക്കുന്നു. ഇളാവൃതത്തിന്റെ തെക്ക് ഹരിവർഷം. അവിടെ അസുര ചക്രവർത്തിയായിട്ടുള്ള ഭക്തനായിട്ടുള്ള പ്രഹ്ലാദൻ ലോകക്ഷേമത്തിനു വേണ്ടി ആ നരസിംഹമൂർത്തിയെ സ്തുതിക്കുന്നു. ശ്രീകേതുമാലേ ഖലു കാമരൂപം തം രമ്യകേ മത്സ്യതനും മനുഷ്യ ഹിരണ്മയേ കൂർമ്മശരീരഭാജം സ്തുവന്തി നാരായണമര്യമാച. ഇളാവൃതത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് കേതുമാലം, വടക്ക് രമ്യകം, രമ്യകത്തിനും വടക്ക് ഹിരണ്മയം. മഹാവരാഹം കുരുഷു ഉത്തരേഷു ഭൂ രാഘവം കിം പുരുഷേ ഹനുമാൻ തം നാരദോ ഭാരതവർഷവർത്തി നരം ച നാരായണമാശ്രയന്തേ. ഇവിടെ ഇളാവൃതത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കേതുമാലം. അവിടെ ലക്ഷ്മീദേവി കാമദേവരൂപത്തിലാണ് ഭഗവാനെ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത്. രമ്യകത്തിൽ മനു ആ മത്സ്യമൂർത്തിയെ ഭജിക്കുന്നു. ഹിരണ്മയ വർഷത്തിൽ കൂർമ്മ രൂപത്തെയാണ്, കൂർമാവതാരത്തെയാണ് അജ്യമ സ്തുതിക്കുന്നത്. ഹിരണ്മയത്തിന് വടക്ക് ഭാഗത്തായിട്ട് ആണ് ഉത്തരഗുരു, തെക്ക് ഹരിവർഷം, അതിനും തെക്ക് കിംപുരുഷം, അതിനും തെക്ക് ഭാരതവർഷം. ഭാരതവർഷത്തിൽ ശ്രീനാരദനും നരനാരായണന്മാരെ ഭജിച്ചുകൊണ്ട് വർത്തിക്കുന്നു. കിംപുരുഷ വർഷത്തിൽ ഹനുമാൻ ആ ശ്രീരാമനെ ഭജിച്ചുകൊണ്ടാണ് വർത്തിക്കുന്നത്. ഉത്തരഗുരുവിൽ മഹാവരാഹമൂർത്തിയെ ഭജിച്ചുകൊണ്ടാണ് ഭൂമിദേവിയും ആശ്രയിക്കുന്നത്. ഇത്തരത്തിൽ ജംബുദ്വീപ വർണ്ണനത്തെ
ചുരുക്കി ചെയ്യുകയാണ് ഈ ദശകത്തിൽ. ഇപ്പോൾ പുരാണങ്ങളിൽ ഭൂഗോള വർണ്ണന, ജ്യോതിർഗോള വർണ്ണന എല്ലാം മിക്കവാറും എല്ലാ പുരാണങ്ങളിലും കാണാം. ഭാഗവതത്തിൽ വിസ്തരിച്ച് കാണാം. പഞ്ചമസ്കന്ധത്തിൽ ദേവീഭാഗവതവും അഷ്ടമസ്കന്ധം പൂർണ്ണമായിട്ടും ഈ ഭൂഗോള വർണ്ണനയ്ക്കായിട്ടാണ് നീക്കിവെച്ചിട്ടുള്ളത്. അതിൻ്റെ തന്നെ ഒരു സംഗ്രഹമാണ് ഇവിടെ ഈ ദശകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സത്കർമ്മഭൂമിർഭരതസ്യ രാജ്യം സന്ധ്യത്ര വൈകുണ്ഠകഥൈകസകൃതാഃ തീർത്ഥാനി പുണ്യാശ്രമപർവതാശ്ച ജന്മാത്രദേവാ സ്പൃഹയന്ത്യജശ്രം. ഇളാവൃതാദി ദേശങ്ങൾ ഭൗമസ്വർഗം എന്നാണ് അറിയപ്പെടുക. സൽക്കർമ്മങ്ങളുടെ ഫലത്തെ അനുഭവിക്കുവാനുള്ള ഭൂമി ആണത്, ഭോഗഭൂമിയാണ്. എന്നാൽ ഭാരതം സൽക്കർമ്മം അനുഷ്ഠിക്കാനുള്ള ഭൂമിയും ആണ്. മറ്റിടങ്ങൾ അതിൻ്റെ ഫലത്തെ അനുഭവിക്കാനുള്ള ഭോഗഭൂമി മാത്രമാണ്. സൽക്കർമ്മങ്ങളെ അനുഷ്ഠിക്കാൻ കഴിയുന്ന ഒരു പ്രദേശം എന്നത് ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഭഗവത് കഥകളെ കേൾക്കുവാൻ കഴിയുന്ന ഇടം, അങ്ങനെ ധാരാളം കഥകൾ പറയുന്ന ഭക്തന്മാരുള്ള ഒരിടം, അതൊക്കെ ഭാരതത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ്. ദേവന്മാർക്ക് പോലും അത് ലഭ്യമല്ല ദേവലോകത്തിൽ. ഇവിടെ പുണ്യനദികളുണ്ട്, പുണ്യ സങ്കേതങ്ങൾ, ആശ്രമങ്ങളുണ്ട്. ഇവിടെ വസിക്കുവാൻ ദേവന്മാർ പോലും ആഗ്രഹിക്കുന്നു. ജംബുദ്വീപിനെ വർണ്ണിച്ചു. അതിനെ 9 ആയി ഭാഗിച്ച് തൻ്റെ പുത്രന്മാർക്ക് ആഗ്നേയധനം നൽകി എന്ന് പറഞ്ഞു. അടുത്തതായി പ്ലക്ഷം, ശാൽമലം, കുശം, ക്രൗഞ്ചം, ശാകം, പുഷ്കരം എന്നിങ്ങനെയുള്ള ദ്വീപുകളെ കുറിച്ചു. പ്രിയവൃതന്റെ മറ്റു പുത്രന്മാരാണ് ഈ ദ്വീപുകളെ ഭരിക്കാൻ തുടങ്ങിയത്. ഓരോയിടത്തും ആ ഈശ്വരഭജനം അത് വ്യത്യസ്ത രീതിയിലാണ് എന്ന് കാണാം. ഇങ്ങനെ ഭൂമിയെ സാമാന്യമായി വർണ്ണിച്ചുകൊണ്ട് ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും കുറിച്ച് പറയുകയാണ്. എത്രയോ നക്ഷത്രങ്ങളും പ്രസിദ്ധമായ നമ്മൾ അറിയുന്ന ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് ഭക്തനായിട്ടുള്ള ധ്രുവനാണ്. ദേവീഭക്തനും അതുപോലെ വിഷ്ണുഭക്തനുമായിട്ടുള്ള ആ ധ്രുവൻ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും നിയന്ത്രിക്കുന്നുവെങ്കിൽ ഏതൊരു ഭക്തനും ജ്യോതിഷചക്രത്തെ നിയന്ത്രിക്കാൻ കഴിയും. ഭൂമിയുടെ താഴേക്കുള്ള ബിലസ്വർഗങ്ങൾ, അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം, ഇങ്ങനെ സപ്തലോകങ്ങൾ. പ്രഹ്ലാദപൗത്ര സുതലാധിവാസ സുരക്ഷിതശ്ച ആത്മനിവേദനേന വാർദ്ധക്യരോഗക്ലമഭിയുക്തോ മഹാബലിർവാമനമേവ നൗതി. വാമന അവതാര കഥയെ ഭഗവതാദി പുരാണങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഭഗവാൻ മഹാവിഷ്ണു വാമനാനായി അവതരിച്ചു. ആ വാമനമൂർത്തിക്ക് മുന്നിൽ മഹാബലി താൻ നേടിയെടുത്തതെല്ലാം സമർപ്പിച്ചു. സ്വയം തന്നെ തന്നെ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചു. അപ്പോൾ ഏതു വിധേനയും ബലിയെ രക്ഷിച്ചേ തീരൂ. അത് ഭഗവാന്റെ ഒരു കടമയായി മാറി. ബലിയെ രക്ഷിക്കണം, എന്നാൽ ദേവന്മാർക്ക് അവർക്ക് സ്വർഗം തിരികെ കിട്ടണം. അപ്പോൾ ബലിക്ക് വേണ്ടി സ്വർഗതുല്യമായ അനുഭവങ്ങൾ ഉള്ള ഇടം സുതലം അനുഗ്രഹിച്ചു നൽകുകയാണ് ചെയ്തത് ഭഗവാൻ. ആ സുതലത്തിൽ വസിക്കുന്ന ബലിക്ക് വാർദ്ധക്യം ബാധിക്കുന്നില്ല, രോഗങ്ങളൊന്നും ബാധിക്കുന്നില്ല.
ഈ മഹാബലിയാവട്ടെ പ്രഹ്ലാദന്റെ പൗത്രനാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന് കൈവിടാൻ കഴിയില്ല. ബലിയുടെ ഒരു കാവൽക്കാരനെ പോലെ ഭഗവാൻ ആ സുതലത്തിൽ വസിക്കുന്നു. ആ ഭക്തനാവട്ടെ വാമനമൂർത്തിയെ സ്തുതിച്ചുകൊണ്ട് അവിടെ വർത്തിക്കുന്നു. സഹസ്രശീർഷ ശിരസാ തഥൽക്ഷ്മാം ഹരീഹരേസ്താമസമൂർത്തിരാര്യൈ സംസ്തൂയമാന സഹനാഗകന്യാ പാതാളമൂലേ ച സലീലമാസ്തേ. ഏറ്റവും ഒടുവിൽ ഏറ്റവും താഴെ പാതാളത്തിന്റെ അടിവശം പാതാളമൂലം, ഇവിടെ സംഘർഷണമൂർത്തി അനന്തൻ അഥവാ ആദിശേഷൻ വർത്തിക്കുന്നു. ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ ആ അനന്തനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സമീപത്തുണ്ട്. നാഗകന്യകൾ അദ്ദേഹത്തിനെ ചുറ്റുമായി നിന്നുകൊണ്ട് ആരാധിക്കുന്നു. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ താമസൈകല, താമസമൂർത്തിയാണ്, തമോഗുണ പ്രധാനമായിട്ടുള്ള മൂർത്തിയാണ് അനന്തൻ അഥവാ സംഘർഷണൻ. ഈ ഭഗവാന്റെ മഹത്വം, സംഘർഷണ മൂർത്തിയുടെ മഹത്വത്തെ ശ്രീനാരദൻ ബ്രഹ്മലോകത്തിൽ പ്രകീർത്തിക്കുന്നു. വിചിത്രരൂപം ജഗതാം ഹിതായ സർവേ സ്തുവന്ത്യച്യുതമിദ്ധഭക്തിയാ ഏനം കുരുത്വം വരദാനദക്ഷം മാത കൃപാർദ്രേ വരദേ നമസ്തേ. രവിഭാഗവതം അഷ്ടമസ്കന്ധത്തിലാണ് ജഗത് സൃഷ്ടി, ഭൂഗോള വർണ്ണനം, ജ്യോതിശ്ചക്ര വർണ്ണനമെല്ലാം ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നും അധികം പ്രാധാന്യമുള്ള ഭക്തിപ്രധാനമായ ഏതാനും സന്ദർഭങ്ങളെ മാത്രമാണ് ഇവിടെ ഈ ദശകത്തിൽ വർണ്ണിച്ചിട്ടുള്ളത്. എത്രയോ ഭക്തന്മാർ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞു. സ്തുതികളെല്ലാം തന്നെ ലോകഹിതത്തിനു വേണ്ടിയിട്ടാണ്. ഈ സ്തുതിക്കുന്നവരാരും തന്നെ തൻ്റെ ഒരു ആഗ്രഹം ഈശ്വരന്റെ മുന്നിൽ വയ്ക്കുന്നില്ല. തനിക്കെന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നില്ല. എല്ലാവരും സ്തുതിക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിനെയാണ്, വിഷ്ണുവിൻ്റെ അവതാര രൂപങ്ങളെയാണ്. ആ മഹാവിഷ്ണു ആവട്ടെ വലിയൊരു ദേവീഭക്തനാണ്. അപ്പോൾ ഭക്തനെ സ്തുതിച്ചാലും ദേവിയെ സ്തുതിച്ചതിൻ്റെ, ഭഗവതിയെ ഭജനം ചെയ്തതിൻ്റെ ഫലം കിട്ടും. അപ്പൊ സ്തുതിക്കുന്നവർക്ക് തൃപ്തിയെ നൽകുക, വരം നൽകുക എന്ന പ്രാർത്ഥനയോടുകൂടി സ്തോത്രകാരൻ ഈ 37-ാം ദശകത്തെ സമർപ്പിക്കുന്നു. ശ്രീ മഹാദേവി നമഃ.